കർക്കടകം പിറക്കുന്നത് മുതൽ വടക്കൻ കേരളത്തിന് ഗ്രാമവഴികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ നാട്ടിടവഴികളിലൂടെ ഒറ്റച്ചെണ്ടയുടെ താളത്തിനൊപ്പം കൈമണിയുടെ കിലുക്കവുമായെത്തുന്ന കുഞ്ഞു തെയ്യങ്ങൾ. വിശ്വാസവും പാരമ്പര്യവും കലയും ഒത്തുചേർന്ന ഒരു അപൂർവ കാഴ്ച. തലമുറകളായി കൈമാറി വരുന്ന വടക്കൻ കേരളത്തിലെ സ്വന്തം ആടിവേടന്റെ വഴിയെ ഞങ്ങളുടെ ക്യാമറ ഹെഡ് പ്രിയപ്പെട്ട ക്യാമറാമാൻ LR അജിത്തും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധി അരുൺ കൊടുങ്ങൂരും കണ്ട മനോഹരമായ കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ഇനി കൊണ്ടുപോകുന്നത്. എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ. കർക്കിടകം പിറന്നതു മുതൽ ഈ റീലുകൾ ഇങ്ങനെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഈ കാഴ്ചകൾക്ക് പിന്നിൽ തലമുറകളായി കൈമാറി വന്ന വലിയൊരു വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്. എന്താണ് ആടിവേടൻ? എന്താണ് കർക്കിടക തെയ്യം? ഇടതോരാതെ പെയ്യുന്ന കർക്കിടക മഴ. വീടിൻ്റെ ഉമ്മറത്ത് പുലർക്കാലെ കുഞ്ഞുമുഖത്ത് ചായം പകർന്നു തുടങ്ങി. മണിക്കൂറുകളുടെ പരിശ്രമം. അഴകോടെ ആടിവേടൻ, മലബാറിൻ്റെ സ്വന്തം കർക്കിടക തെയ്യം. ഇത് കർക്കിടക മാസത്തെ നമ്മളെ ഗളിഞ്ചൻ തെയ്യമാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങുന്ന വെച്ചാൽ പിന്നെ അത് രാവിലെ എഴുന്നേറ്റ് നമ്മളെ ദൈവത്തെ നമ്മളെ കർമ്മമരള തൊഴുത് ഇതിൻ്റെ കൂട്ട് മുഖത്തെഴുത്ത് എന്ന് പറയും. മുഖത്തെഴുത്തിൻ്റെ കൂട്ട് ചായല്യം, മണേല, മഷി അങ്ങനെയാണ്. ബാല്യത്തിൽ നിന്നും ദൈവത്തിലേക്കുള്ള ആദ്യ പടിയാണ് മുഖത്തെഴുത്ത്. മുഖമെഴുതിയ ശേഷം ആഢ്യാഭരണങ്ങൾ അണിയുന്നു. മുഖത്തെഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തലച്ചമയം എന്ന് പറയും. തലച്ചമയം വെച്ച് കെട്ടും. അതിൽ നമുക്ക് കിരീടം, തലപ്പാളി, കാത്, ചെന്നിമലര് അങ്ങനെയുള്ള സാധനങ്ങളാണ് വെച്ച് കെട്ടാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴുത്ത് കെട്ടി, പിന്നെ കൈപ്പൂവ്, ചൂടകം അങ്ങനെയാണ് ഇതിനെ അണിയിച്ചൊരുക്കുന്നത്. അങ്ങനെ അണിയിച്ചൊരുക്കിയതിന് ശേഷം ആദ്യം ഒരു തറവാട്ടിലേക്കോ ഒരു ദൈവത്തിൻ്റെ ഒരു സന്നിധാനത്തേക്കോ പോകും. അവിടെ കൊട്ടിയറിച്ചതിന് ശേഷമാണ് അവിടെയുള്ള ദേശത്തിനകത്ത് പോകുന്നത് സാധാരണയായിട്ട്. മനസ്സറിഞ്ഞ് ദൈവത്തെയും ഗുരുക്കന്മാരെയും പൂർവികരെയും പ്രാർത്ഥിച്ച് തലയിൽ കാപ്പുവെച്ച് കെട്ടുന്നതോടെ ഈ കുഞ്ഞുങ്ങൾ ദൈവമാകുന്നു. മലബാറിൻ്റെ കൺകണ്ട ദൈവം. തലപ്പാളിയാണ് ഏറ്റവും അനുഗ്രഹീതമായൊരു അതിൻ്റെ ആ തെയ്യത്തിൻ്റെ വേഷത്തിനുള്ള ഒരു കാര്യം. അതായത് 21 ഗുരുക്കന്മാരാണ് അതിൽ 21 കല്ലയുണ്ടാവും. 21 ഗുരുക്കന്മാരാണ് അതിലുള്ളത്. ആ 21 ഗുരുക്കന്മാരെ നമ്മൾ ശിരസിൽ ഏന്തിയിട്ട് പിന്നെ അതുപോലെ തന്നെ അവർക്കതിൻ്റെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ അതിൻ്റെ നൃത്തങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ദൈവത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഒരു മനുഷ്യനെ ദൈവത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഏതോ നിമിഷത്തേക്ക് അവർ പിന്നെ ആ ദൈവമായി സ്വയം അവരുടെ ആത്മാവിനെ ദൈവമായി ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ദൈവമായി മാറുകയാണ് അല്പസമയത്തേക്ക്. അതാണ് അതിൻ്റെ ഐതിഹ്യം. അങ്ങനെയാണ് പറയുന്നത്. അത് നമ്മളെ മുത്തപ്പനും പിന്നെ അച്ഛനും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാനും 13-ാം വയസ്സിൽ തെയ്യക്കോലം കെട്ടിയ ഒരാളാണ് ഞാൻ. ഇത് നമ്മളെ അനുഷ്ഠാന കലയാണ്. അതുകൂടാതെ ഒരു ദൈവതുല്യമായൊരു കലയാണ്. അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ അനുസരിപ്പിച്ച് കുറേ അതൊക്കെ ജോലിയുണ്ട്. അവരെ അനുസരിപ്പിച്ച് അവർ രാവിലെ ഇരുത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ചുവടുകളും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്.
അപ്പോൾ ഇത് കെട്ടാൻ ചെറിയ കുട്ടികളെയാണ് പോവുക. അപ്പോൾ അവർക്കൊരു അതിൻ്റേതായ ഒരു ആനന്ദമുണ്ട്. അവർക്ക് ആദ്യമായി തലപ്പാളി വെച്ച് കെട്ടാനുള്ളൊരു ഭാഗ്യവുമാണ്. ഇനി നാളേക്ക് ഭാവിക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് തന്നെ പറ്റുന്നൊരവസരങ്ങളാണ്. മുഖത്തെഴുത്ത് കഴിഞ്ഞു, ആടയാഭരണങ്ങളും അണിഞ്ഞു. ഇനി ഗ്രാമവഴികളിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞുള്ള യാത്രയാണ്. ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയിൽ കയ്യിൽ കൈമണി കിലുക്കി പച്ചപുതച്ച നാട്ടിടവഴികളിൽ നഗ്നപാതനായി കുട്ടിത്തെയ്യത്തിൻ്റെ ദൈവസഞ്ചാരം. ചെണ്ടയുടെ താളത്തിൽ തോറ്റൻപാട്ടിൻ്റെ ഈരടിയിൽ ഭക്തിയോടെ വീട്ടുമുറ്റത്ത് ചുവടുവെക്കുന്നു ആടിവേടൻ, പഞ്ഞക്കർക്കിടകത്തിൻ്റെ ആദിയെയും വ്യാധിയെയും അകറ്റാൻ. വീടുകളിൽ ജനങ്ങളുടെ ആദിയും വ്യാധിയും ഒക്കെ മാറ്റി ജനങ്ങൾക്ക് നല്ലത് വരെ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. പാർവതി സങ്കല്പത്തിലുള്ള പാർവതി രൂപമാണ് നമ്മൾ ചെയ്തു വരുന്നത്. ശിവസങ്കല്പത്തിൽ ചെയ്തു വരുന്ന മലയ സമുദായത്തിൽ അവർ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ ഗളിഞ്ചൻ നൽക്കത്തായ സമ്പ്രദായത്തിൽ ചെയ്തു വരുന്നുണ്ട്. പൂർവ്വവിധി പ്രകാരം പണ്ട് കാലത്തെ ഇത് തുടർന്നു കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ആദ്യം വ്യാധിയും എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകളിലെ ജ്യേഷ്ഠകളും ഇതൊക്കെ ഒഴിഞ്ഞ് ഈ കുരിശിയിൽ മറിക്കുന്നതിനോടുകൂടി ആ വീട്ടിൽ ശുഭലക്ഷണം പുതിയ വരുന്ന ചിങ്ങപ്പുലരിയെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ചെയ്തു വരുന്നത്. നമ്മൾ തറവാട്ടുകാരനവരൊക്കെ തൊഴുത് വണങ്ങി പിന്നെ അതിൻ്റെ നൃത്തങ്ങൾ അച്ഛൻ ഓരോ സ്റ്റെപ്പായി കാണിച്ചു കൊടുക്കും. അത് തന്നെയാണ് ഞാനിപ്പോഴുള്ള ഇനിയുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറ്. അതങ്ങനെ പൂർവികന്മാരെങ്ങനെ ചെയ്തു കൊണ്ടുവന്നു, അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ തോറ്റം കാര്യങ്ങൾ എന്താണ്, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീട് തോറും പോകുന്നത്, തറവാട്ടിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം ആടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ദൈവത്തെ വണങ്ങിയാണ് ബാക്കിയുള്ള വീടുകളിലെല്ലാം ഇങ്ങനെ പോകുന്നത്. ബാധിച്ച ദോഷങ്ങളൊക്കെയും ഇല്ലാതാക്കാൻ, സർവ്വ ഐശ്വര്യവും ചൊരിയാൻ, സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ. ദൂരെയിടങ്ങളിൽ നിന്നും ചെണ്ടയുടെയും മണിയുടെയും ശബ്ദം കേട്ടാൽ വീടുകൾ കർക്കിടക തെയ്യത്തെ സ്വീകരിക്കാനൊരുങ്ങും. തിരിതെളിച്ച് ചുണ്ണാമ്പും മഞ്ഞളും ചേർത്ത കുരിശി വെള്ളം തെളിയിച്ച തിരിക്ക് ചുറ്റും ഒഴിക്കുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയായി. അപ്പോൾ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ മലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. പരമശിവനാണ് നമ്മളെ ദൈവത്തിൻ്റെ സങ്കല്പം. അപ്പോൾ ആ സങ്കല്പത്തിൽ നമ്മൾ ഈ നാട് തോറും ഇപ്പം
ദേശത്തിലേക്കെല്ലാം നമ്മൾ ഇങ്ങനെ ഈ ഒരു ആദിയും വ്യാധിയും അകറ്റുവാൻ വേണ്ടിയിട്ട് ഇതിലൊരു സങ്കല്പത്തിന് ഒരു അനുഷ്ഠാന കർമ്മമായിട്ട് നമ്മൾ നടന്നു പോകുന്നതാണ് കർക്കിടക മാസത്തിൽ. കുട്ടിക്കോലധാരിക്ക് ദക്ഷിണ നൽകി സന്തോഷത്തോടെ പറഞ്ഞയക്കും. വീട്ടുമുറ്റത്ത് ദൈവം നേരിട്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ ആടുവേടം തെയ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഒരു ഐശ്വര്യം വരുന്നതാണ് നമ്മളെ സങ്കല്പം. അതിനുകൂടി നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മളൊരു ദൈവം വീട്ടിലേക്ക് വരുന്നതിൻ്റെ നമ്മളെ എല്ലാ കഷ്ടകാലങ്ങളും മാറി കിട്ടുന്നതാണ്. കർക്കിടക മാസത്തിൽ വീട്ടിലേക്ക് തെയ്യം വരുന്നത് കർക്കിടക കാലത്തെ ദുരിതവും സങ്കടങ്ങളും മാറ്റാൻ വേണ്ടിയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ തെയ്യം വരുമ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസം, സന്തോഷമാണ്. കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആടുവേടം വന്നിട്ട് പോകുമ്പോൾ നമുക്കൊരു ഐശ്വര്യം വീട്ടിലേക്ക് വരുന്ന പോലെ നമുക്ക് തോന്നും. നല്ലൊരു സമാധാനം. കർക്കിടക മാസത്തിൽ ദൈവം നമ്മളെ വീട്ടിൽ നമ്മളെ കാണാൻ വരുന്ന പോലെ ഒരു ഇത് പണ്ട് മുതലേ ഉള്ളൊരു. ആടി, വേടൻ, ഗളിഞ്ചൻ ഈ 3 തെയ്യങ്ങളാണ് കർക്കിടകം 1 മുതൽ സംക്രാന്തി വരെ ഉത്തര കേരളത്തിൻ്റെ മണ്ണിൽ കാഴ്ചയുടെയും ഭക്തിയുടെയും ഹൃദ്യമായ കാഴ്ചകൾ പകരുന്നത്. മൂന്ന് തെയ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയ സമുദായത്തിൽ കെട്ടുന്ന ആൾക്കാർ കെട്ടുന്ന തെയ്യമാണ് പരമശിവൻ എന്നുള്ള സങ്കല്പം. അതുപോലെ വണ്ണാൻ സമുദായക്കാർ അവർ കെട്ടുന്ന തെയ്യമാണ് പാർവതി. അതുപോലെ തന്നെ കോപ്പാളൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് പിന്നെ അർജുനൻ. ഇങ്ങനെ 3 തെയ്യങ്ങളാണ് നമ്മൾ ഓരോ വീട്ടിലും വന്നു ചേരൽ. പാരമ്പര്യമായി കൈവന്ന അവകാശത്തെ പുതുതലമുറ നെഞ്ചോട് ചേർക്കുന്നു. പൂർവികർ പകർന്നു നൽകിയ പാഠങ്ങളിൽ, അറിവുകളിൽ അണുവിട വ്യത്യാസമില്ലാതെ. പശുപാസ്ത്രത്തിന് വേണ്ടി മുമ്പ് അർജുനൻ തപസ്സിരുന്ന കാലത്താണ് പിന്നെ പാർവതിയും ശിവനും വേടൻ്റെയും വേടത്തിയുടെ രൂപത്തിൽ വന്ന് അർജുനനെ പരീക്ഷിപ്പാൻ വേണ്ടി വനത്തിലേക്ക് പോയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അവസാനം അവിടെ പരീക്ഷിച്ചു പശുപാസ്ത്രം നൽകുകയും 3 പേരും ആടി പാർവതിയായിട്ടും വേടൻ ശിവനായിട്ടും അർജുനൻ ഗളിഞ്ചനായിട്ടും ആണ് പോകുന്നത്. ഇതൊരു സമുദായങ്ങളാണ് കെട്ടിയാടുന്നത്. വേടൻ മലയൻ സമുദായവും ആടി വണ്ണാൻ സമുദായവും ഗളിഞ്ചൻ നെൽക്കത്തായ സമുദായവും ആണ് കെട്ടിയാടാറുള്ളത്. ಈ ಪದರಾಜೆ ಪ್ರಾಯೋಡು ಕಾಡಿಗೆ ಪೋಯಣ ಬಿಲ್ಲುಳ ಸರಳದೆತ್ತೊಂದೇ ಅರ್ಜುನೆ ತುಂಬೆ ಜಡೆನ ತುಳತೆ ಜಡೆನ ಮಾಯೋಡು ಬತ್ತಿನ കളഞ്ചേಗೆ. ചെറിയ പ്രായത്തിൽ തന്നെയാണല്ലോ നമ്മൾ ഈ തെയ്യം കെട്ടി വന്നത്. അപ്പം ഈ നമ്മൾ പൈതൃകം ഇന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം ആദിയും വ്യാധിയും അകറ്റുവാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ദൈവങ്ങൾ, ഈ സമുദായക്കാരെല്ലാവരും ഇങ്ങനെയുള്ള ദൈവങ്ങളെ കെട്ടിയാടുന്നതാണ്. ഒരു നാടിൻ്റെ സംസ്കാരമാണ്, വിശ്വാസമാണ്, പൈതൃകമാണ്. കാലം അതിവേഗം പായുമ്പോഴും വടക്കിൻ്റെ മണ്ണ് കൈമോശം വരാതെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രൗഢിയുള്ള പാരമ്പര്യമാണ്. നന്മ നിറഞ്ഞ നാട്ടുവഴികളിൽ കുഞ്ഞു ദൈവങ്ങൾ ഇങ്ങനെ നടക്കട്ടെ. നല്ലൊരു നാളേക്ക് മനനിറഞ്ഞ് അനുഗ്രഹിച്ച്. ക്യാമറമാൻ അജിത് എല്ലാറിനൊപ്പം അരുൺ കൊടുമൂർ, ജനം, കാസർഗോഡ്.